ഇതെന്താ കുറച്ച് ദിവസമായിട്ട് കുത്തി കുറിച്ചോണ്ടിരിക്കുന്നേ? ദീദി, നമുക്ക് 25 കോടി ലോട്ടറി അടിക്കാൻ പോവല്ലേ, അപ്പോ അത് എങ്ങനെയൊക്കെ ചെലവാക്കണം എന്ന് ഞാൻ അതിനൊരു കണക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. മകന്റെ പേരിൽ 5 കോടി, അത് വേണം. മകളുടെ പേരിൽ 5 കോടി ഉറപ്പായിട്ടും വേണം. ചാരിറ്റിക്ക് 1 കോടി. അതെന്താ ഈ ചാരിറ്റിക്ക് 1 കോടി? ചാരിറ്റി എന്ന് വെച്ചാൽ ഈ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട രോഗികളില്ലേ, ഹൃദയം മാറ്റി വെക്കണം, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ളവർക്ക് ചികിത്സാ സഹായം ചെയ്തു കൊടുക്കുക. പിന്നെ ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കാണുമല്ലോ, സ്കൂളിൽ ഫീസ് അടയ്ക്കാനൊക്കെ, അങ്ങനെയുള്ളവർക്ക് പുസ്തകം വാങ്ങിച്ചു കൊടുക്കുക, സ്കൂളിൽ ഫീസ് അടച്ചു കൊടുക്കുക, അങ്ങനെ വിദ്യാഭ്യാസ സഹായം ചെയ്തു കൊടുക്കുക. പിന്നെ ഈ പെൺമക്കൾ, പ്രായപൂർത്തിയായ പെൺമക്കളെ കെട്ടിക്കാൻ വകയില്ലാതെ നടക്കുന്ന മാതാപിതാക്കൾ കാണുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത് അവരെ കെട്ടിച്ച് അയക്കുക. അങ്ങനെ നല്ല കാര്യമാകട്ടോ എഴുതിയിരിക്കുന്നതെല്ലാം. അല്ല, ഇതെന്താ 25 കോടി രൂപയ്ക്കും കണക്ക് എഴുതിയിട്ടുണ്ടല്ലോ കറക്റ്റ് ആയിട്ട്? 25 കോടി അടിക്കുമ്പോൾ 25 കോടിയുടെ കണക്കല്ലേ എഴുതണ്ട? എന്തുവാടി ഇത് നീ? നിങ്ങളോട് ആരാ പറഞ്ഞ 25 കോടി രൂപ അടിക്കുവാണെങ്കിൽ 25 കോടി രൂപയും കയ്യിൽ കിട്ടുമെന്ന്? മനുഷ്യ 12 സംതിങ്ങേ കയ്യിൽ കിട്ടത്തുള്ളൂ, ബാക്കി മൊത്തം ടാക്സാ. ദൈവമേ, ആ അല്ല, അപ്പൊ നമുക്ക് ഈ ടാക്സ് ഒഴിവാക്കി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഉണ്ടല്ലോ. ഇത്ര നേരം ഇരുന്ന് സ്വപ്നം കണ്ടില്ലേ? മകൻ 5 കോടി, മകൾക്ക് 5 കോടി, ചാരിറ്റിക്ക് 1 കോടി എന്നൊക്കെ. ഇങ്ങനെ സ്വപ്നം കാണാൻ ഓരോരുത്തരും ടാക്സ് കൊടുക്കണ്ട. കണ്ടില്ലേ സ്വപ്നങ്ങൾ? എന്നാൽ ഇവന്മാരെന്തിനാ ഇത്രയും പൈസ ടാക്സ് മേടിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യേ. എല്ലാവരും ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം.